പ്രത്യക്ഷത്തിൽ യാതൊരു ബന്ധവുമില്ലാത്തൊരു സിനിമയുടെ പ്രൊമോഷന് വന്നിരിക്കുന്നത്. പോലൊരു സീരിയസ് സിനിമ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ചെയ്തൊന്നുമല്ല. കാസ്റ്റിംഗ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. ഇങ്ങനെ നല്ല സിനിമകൾ ഉണ്ടാകുമ്പോൾ ആൾക്കാരൊക്കെ കണ്ട് നല്ലത് പറയുമ്പോഴത്തേക്കാണ് നമുക്ക് ധൈര്യമായിട്ട് വീണ്ടും വരാൻ പറ്റുന്നത്. അതിൻ്റെ എല്ലാ സന്തോഷമുണ്ട്. റോന്ത് കണ്ടപ്പോൾ ഓർമ്മ വന്നത് ട്രൂ ലൈസ് എന്ന് പറഞ്ഞൊരു സിനിമയാണ്. റോഷനോട് വൈഫ് പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ, മറ്റേ വളരെ നന്നായി, സമയത്തും വളരെ നന്നായി. റിലീസ് കഴിഞ്ഞ ഒരാഴ്ചക്ക് ശേഷം വന്നിരിക്കണമെങ്കിൽ അത്യാവശ്യം ധൈര്യം വേണം. നേരിട്ട് ഇതിന് ബന്ധമില്ലെങ്കിലും ഞങ്ങളെ ഈ പടം ഇത്രയും പ്രൊമോട്ട് ചെയ്യാൻ ഇത്രയും ഞങ്ങളെ പൊക്കി പറഞ്ഞ സാറിനോടുള്ള ഞങ്ങളുടെ നന്ദി തീർത്താത്തീരാത്താണ്. താങ്ക് യു സോ മച്ച്. നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഞാനുമായിട്ട് പ്രത്യക്ഷത്തിൽ യാതൊരു ബന്ധവുമില്ലാത്തൊരു സിനിമയുടെ പ്രൊമോഷന് വന്നിരിക്കുന്നത്. എനിക്ക് സന്തോഷമുണ്ട്. കാരണം 3 കൊല്ലമായിട്ട് എൻ്റെ ഒരു സിനിമ ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ വീണ്ടും ഓർത്തെടുക്കാൻ തന്നെ സഹായിക്കും. വരാനുള്ള പ്രധാന റീസൺ എന്ന് പറയുന്നത് 3 ആളുകളാണ്. ഒന്ന് ജോസഫ് എന്ന് പറയുന്ന സിനിമ, പിന്നീട് നായാട്ട്, ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന 3 സൂപ്പർ ഹിറ്റ് സിനിമകളുടെ തിരക്കഥാകൃത്ത്, ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ ഒക്കെ ആയിട്ടുള്ള ഷാഹി കബീർ എന്ന് പറയുന്ന ആളാണ്. പുതിയ തലമുറയിലെ ആളാണ്. രണ്ടാമത്തത് ദിലീഷ് പോത്തൻ. ഈ ന്യൂ വേവ് സിനിമകൾ വീണ്ടും 80കളിലെ ന്യൂ വേവിന് ശേഷം പിന്നീട് ഒരു പുതിയ തരംഗമുണ്ടാക്കിയ, തരംഗത്തിൻ്റെ തുടക്കം കുറിച്ച സംവിധായകനാണ്. നമുക്കിഷ്ടമുള്ള നടനാണ്. ഇവരൊക്കെ ആയിട്ട് കൂടിയിരിക്കാനുള്ളൊരു അവസരം എന്നുള്ള നിലയിലും ഞാനിതിനെ എടുക്കുകയാണ്. മൂന്നാമത്തെ കാര്യം എൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്. രതീഷ് എൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. രതീഷ് 2 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. രതീഷ് അമ്പാട്ട് അദ്ദേഹം പ്രൊഡക്ഷനിലേക്ക് വരികയാണ്. ഇതിനു മുമ്പ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഇത്തിരി നമ്മൾ രഹസ്യമായിട്ട് വെച്ചിരിക്കുകയാണ്. 7 സുന്ദര രാത്രികളായിരുന്നു അത്. ശിഷ്യന് ഗുരു തന്നെ ചെറുതായിട്ട് പണി കൊടുത്തതാണ്. ഇപ്പോൾ പുതിയൊരു കമ്പനിയുമായിട്ട് രതീഷ് വരികയാണ്. രതീഷും സുഹൃത്തുക്കളും ചേർന്നിട്ട് പ്രൊഡക്ഷൻ തുടങ്ങുകയാണ്. അവരുടെ ആദ്യത്തെ സിനിമ, ഈ ടീമിൻ്റെ ആദ്യത്തെ സിനിമ റോന്ത് കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലെത്തി. ഞാൻ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സാധാരണ ഞാൻ അത്ര ഡാർക്ക് സിനിമകളുടെ ഒന്നും ആളല്ല, പക്ഷേ ഈ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമായതിൻ്റെ ഒരു പ്രധാന കാരണം 2 പേരുടെ പെർഫോമൻസാണ്. ദിലീഷ് പോത്തൻ്റെയും റോഷൻ മാത്യുവിൻ്റെയും പെർഫോമൻസ്. 2 പേരെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. അതിമനോഹരമായിട്ടുണ്ടത്. അതിലെ സ്ക്രിപ്റ്റിംഗാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ഈ ഫാമിലീനെ, ഈ 2 കഥാപാത്രങ്ങളുടെയും ഫാമിലീനെ 2 പേര് മാത്രമുള്ള ഒരു സിനിമയിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത് അതിമനോഹരമായിരുന്നു. ഇനി നമുക്ക് അവരോട് ചോദിക്കാനുള്ള കാര്യങ്ങളിലേക്ക് കയറാം. ആദ്യം ഷാഹി ദിലീഷിൻ്റെ അസിസ്റ്റൻ്റായിരുന്നു അല്ലേ? അപ്പോൾ എപ്പോഴാണ് സ്ക്രിപ്റ്റ് റൈറ്റർ ആവാൻ വേണ്ടിയിട്ടാണോ, അത് പഠിക്കാൻ വേണ്ടിയിട്ടാണോ അസിസ്റ്റൻറ്റ് ഡയറക്ടറായത്? ഇല്ല, ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ജോസഫ് എന്ന് പറഞ്ഞ സിനിമ എഴുതി 3/4 ഭാഗത്തോളം എഴുതി വെച്ചതിന് ശേഷം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പോത്തേട്ടൻ വിളിക്കുന്നത്. തൊണ്ടിമുതലിൽ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഡയറക്ഷൻ 2 വേണ്ടാന്ന് വെച്ചു. ആക്ച്വലി നായറിന് എനിക്ക് അഡ്വാൻസ് കിട്ടിയത് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. അപ്പം തൊണ്ടിമുതലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പെട്ടെന്ന് പോകേണ്ട ഒരു പണിയല്ല എന്ന് മനസ്സിലായി. അങ്ങനെ അതവിടെ നിർത്തിയതാണ്. ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്ത് ഇലവേഴ പൂഞ്ചിറയാണ്. അപ്പോൾ നിങ്ങളൊരു നല്ല റൈറ്ററാണെന്ന് പ്രൂവ് ചെയ്ത ഒരാൾ എന്തുകൊണ്ടാണ് മറ്റൊരാളുടെ സ്ക്രിപ്റ്റിനെ? ഇല്ല, അവർ 2 എൻ്റെ കൂടെ സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ ശരിക്കും റോന്ത് അന്ന് ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അല്ലെ അങ്ങനെ ചെയ്യാമെന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയമാണ്. പെട്ടെന്ന് കൊറോണയുടെ ബ്രേക്ക് വന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് നമുക്ക് കഥയുടെ മോഡിന് കറക്റ്റാണ്. അപ്പം ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് ചെറുതായിട്ട് ഓപ്പൺ ചെയ്ത സമയത്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു സിനിമ അതായിരുന്നു. പിന്നെ ഞാനും വർക്ക് ചെയ്ത സ്ഥലമാണ്, ഞങ്ങളുടെ ഫ്രണ്ട്സാണ്. എന്നാൽ പിന്നെ ഒരു 2 പേരേ ഉള്ളൂ. ആ റിസ്ക് എടുത്താലും സത്യസന്ധമായി പറഞ്ഞാൽ ആ റിസ്ക് എടുത്ത് പാളിയാലും ഒരു അറ്റംപ്റ്റായിട്ട് ആൾക്കാർ കണ്ടോളൂ എന്നുള്ള ഒരു സേഫ് സോണിൽ പോയതാണ്. ദിലീഷ് ഒരു ഡയറക്ടറാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ കഥകൾ തിരഞ്ഞെടുക്കുന്നത്? ഈ റോന്തിൻ്റെ കഥ കേട്ടപ്പോൾ എന്താ തോന്നിയത്? എനിക്ക് കഥ കേൾക്കുന്നതിന് മുമ്പ് ഞാൻ ഷൈഡ് പറഞ്ഞ് എനിക്ക് അഭിനയിച്ചേക്കാൻ തോന്നിയിരുന്നു. കാരണം നമ്മളിപ്പം പല സിനിമയിൽ കുറേ പോലീസ് ക്യാരക്ടേഴ്സ് അഭിനയിച്ചിട്ടുണ്ട് ഇത്ര നാളത്തേക്ക്.
പക്ഷെ നമുക്ക് പലപ്പോഴും ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഭയങ്കര ഒതൻറ്റിക് ആയിട്ടുള്ളൊരു പോലീസായിട്ട് പലപ്പോഴും ചെയ്യാൻ പറ്റില്ല. ഷാഹിക്ക് പക്ഷേ അങ്ങനെ പോലീസുകാരുമായിട്ടുള്ള പരിചയവും ഞാൻ ഷാഹിയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഷാഹിക്കുള്ള ധാരണ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഒതൻറ്റിക് ആയിട്ടുള്ളൊരു പോലീസ് ക്യാരക്ടർ കിട്ടും എന്നതിൽ സംശയമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്നിട്ട് അങ്ങനെ തന്നെ പറഞ്ഞു. പിന്നെ ഇതിൻ്റെ ഒരു എന്നാ പറയുക സ്ട്രക്ചർ ഉണ്ടല്ലോ, സ്ക്രീൻ പ്ലേയുടെ ഒരു സ്ട്രക്ചർ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ ഒരു ഒറ്റ ലൈനിൽ ഇങ്ങനെ പറയാതെ ചെറിയ ചെറിയ പല ഇൻസിഡൻസിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്നു എന്നൊക്കെ ഉള്ളത് കഥ കേൾക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇനി ക്യാരക്ടറിൻ്റെ ഒരു കഥ പറഞ്ഞപ്പോൾ ഷാഹി പറഞ്ഞൊരു ക്വാളിറ്റി ഉണ്ട്, ഇയാൾക്കൊരു സ്വഭാവവും ഇല്ല. ഇയാൾ മുമ്പിലിങ്ങനെ വരുന്ന ആളുടെ സ്വഭാവം എന്താണോ അതനുസരിച്ച് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ അയാൾ മുമ്പിൽ ആര് വരുന്ന അയാളുടെ സ്വഭാവമായിട്ട് ഇയാളിങ്ങനെ പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ക്യാരക്ടറില്ലാത്തൊരു ക്യാരക്ടറും എന്നാൽ അയാൾക്കൊരു ഒരു ക്യാരക്ടറാണെന്ന് ഫീൽ ചെയ്യിപ്പിക്കുകയും വേണമല്ലോ. അതൊരു രസമാണ്. എനിക്ക് റോന്ത് കണ്ടപ്പോൾ ഓർമ്മ വന്നത് ട്രൂ ലൈസ് എന്ന് പറഞ്ഞൊരു സിനിമയാണ്. ട്രൂ ലൈസ് അർണോൾഡ് ഷ്വാസ്നാഗർ അഭിനയിച്ചൊരു സിനിമയാണ്. ഭയങ്കര ആക്ഷൻ സിനിമയാണ്. പക്ഷെ അത് ലോകം മുഴുവൻ ഭയങ്കര ഹിറ്റായി. തിയേറ്ററുകളിലൊക്കെ അന്ന് എൻ്റെ ചെറുപ്പകാലത്താണ് അത് വരുന്നത്. തിയേറ്ററുകളിലൊക്കെ ഒരു ഇംഗ്ലീഷ് സിനിമ കാണാൻ കുടുംബങ്ങളുടെ തള്ളിക്കയറ്റുണ്ടായിരുന്നു. അതിൽ അവർ ഉപയോഗിച്ച ഒരു ടെക്നിക്ക് കൃത്യമായിട്ട് റോന്തിലുണ്ട്. അത് ഈ ഫാമിലിയെ കണക്ട് ചെയ്തതാണ്, രണ്ടുപേരുടെയും ഫാമിലിയെ കണക്ട് ചെയ്തതാണ്. ഒരു രാത്രിയിൽ നടക്കുന്ന സംഭവമാണ്. പക്ഷേ ഈ ഫാമിലിയെ കണക്ട് ചെയ്തപ്പോൾ അവരുടെ ഒരു പ്രസൻസ് ഇവരുടെ കൂടെ ത്രൂ ഔട്ട് ദ ഫിലിമിലുണ്ടായി. രതീഷ് എന്താണ് ഫെസ്റ്റിവൽ സിനിമാസ്, എന്തുകൊണ്ടാണ് ഫെസ്റ്റിവൽ സിനിമ എന്ന് പേരിട്ടിട്ടുള്ളൊരു കമ്പനി റോന്ത് പോലെ ഒരു സീരിയസ് സിനിമ ആദ്യം ചെയ്തത്? ഇതൊന്നും പ്ലാൻഡ് അല്ല. ഇതിൻ്റെ പേരിട്ടത് എൻ്റെ പാർട്ട്ണറായിട്ടുള്ള രഞ്ജു ആണ്. രഞ്ജു ഇങ്ങനെ ഒരു പേര് പറഞ്ഞു, ശരിയെന്ന് പറഞ്ഞു, അത്രയില്ല. അപ്പോൾ രഞ്ജു ഉദ്ദേശിച്ചത് സിനിമ ഒരു ഫെസ്റ്റിവൽ പോലെ ആയിരിക്കണം എന്നുള്ള ഇതിലാണ്. പുള്ളി കമേഴ്ഷ്യൽ സിനിമയുടെ ആളാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് അങ്ങനെ ഒരു പേര് വന്നത്. പിന്നെ ഈ റോന്ത് പോലൊരു സീരിയസ് സിനിമ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതൊന്നുമല്ല. ആക്ച്വലി ഞാനും ഷാഹിയായിട്ട് വേറൊരു സിനിമ ഡിസ്കഷൻ നടക്കുന്ന സമയത്തിൻ്റെ ഇടയിലാണ് ഈ സിനിമ വേറൊരു പ്രൊഡ്യൂസർ ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ അത് ചില സാങ്കേതിക കാരണങ്ങളാൽ അത് മാറിയപ്പോൾ ഇത് ഷാഹിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഷാഹി സ്ക്രിപ്റ്റ് പറഞ്ഞപ്പം ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. പിന്നെ ഷാഹി ഓൾറെഡി ഷാഹിയുടെ സിനിമകളെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഷാഹിയിലുള്ള ഒരു ഇത് തന്നെയാണ്. അല്ല, അതൊരു നല്ല തീരുമാനമായിരുന്നു. പക്ഷെ എങ്ങനെയാണ് ഇതൊരു ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു ആ സിനിമ? ഫുൾ നൈറ്റാണ്. അതെ, അതുകൊണ്ടാണ് നൈറ്റും മഴയുടേതായ ചില പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സബ്ജക്റ്റിന് വേണ്ട കോസ്റ്റ് ആയിട്ടുണ്ട്. അത് എക്സ്പെൻസീവ് ആണോ എന്ന് അങ്ങനെ ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ട രീതിയിലുള്ള കോസ്റ്റേ ആയിട്ട്. അല്ല, എന്തായാലും മലയാള സിനിമ ഈ വൻ മുതൽ മുടക്കുള്ള സിനിമകൾ മാത്രമേ ഇനി നിലനിൽക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥലത്തുനിന്ന് പെട്ടെന്നൊരു സ്വിച്ച് ഓവറാണ് റോന്ത് എന്ന് പറയുന്ന സിനിമ. എനിക്ക് തോന്നുന്നു അടുത്ത 2-3 വർഷങ്ങളിലെ മലയാള സിനിമയുടെ പ്ലാനിങ്ങുകളെല്ലാം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സിനിമയാണ്. ഇത് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന സിനിമ തന്നെയാണ്. നമുക്ക് ഇതിൽ എനിക്ക് കൂടുതൽ എംഫസൈസ് ചെയ്യണമെന്ന് തോന്നിയത് കാസ്റ്റിംഗ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പ്രത്യേകിച്ച് ദിലീഷിൻ്റെ വൈഫായിട്ട് അഭിനയിച്ച മിഥുൻ്റെ ഭാര്യയല്ലേ, അവരുമായിട്ടുള്ളൊരു പെർഫോം ചെയ്യുന്ന സമയത്ത് ഒരു പുതിയ ആളെ ഓപ്പോസിറ്റ് നിൽക്കുന്നു. ശരിക്കും ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ക്യാരക്ടറാണ്. ഒരു സംവിധായകൻ്റെ ഇടപെടലുണ്ടായിരുന്നോ പുള്ളിയുടെ? ഇല്ല, ഞാൻ ലക്ഷ്മി വന്നിറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് അന്ന് ഷൂട്ട് നടക്കുക, കഥ പറയാനൊന്നും ടൈമില്ല. അപ്പം അതിനു മുമ്പ് അറിയാം ഒരു പാറമ്പട സീനുണ്ട്, പോത്തൻ്റെ ഡയലോഗ്. എനിക്ക് അത്രയും നേരം കഥയൊന്നും പറയാൻ പറ്റില്ല. ഞാൻ നേരെ ഇതാണ് സലോമി എന്ന് പറഞ്ഞ് പോത്തൻ്റെ ഡയലോഗ് കാണിച്ചു കൊടുത്തത്. ഇതാണ് എന്ന് പറഞ്ഞു. പിന്നെ ബേസിക്കലി ചെറിയ ഒന്നും തന്നെയാണ്. പക്ഷെ അവർ ഓക്കെ ആയിരുന്നു അന്ന്. എനിക്കാണ് അവർ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര അങ്ങനെ അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്തുകൊണ്ടായിരിക്കും ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു പരുവം ഉണ്ടായിരുന്നു. രശ്മി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ്, ഭയങ്കര അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങലുണ്ടെന്ന് പറയുന്ന പോലത്തെ ആക്ടിങ് ഉണ്ടായിരുന്നു. അവര് അവസാനം ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ആക്കുന്ന ഒരു സ്ഥലത്തൊക്കെ ഞാൻ ശരിക്കും ഭയങ്കരമായിട്ട് ഞാൻ അങ്ങനെ സിനിമ കഴിഞ്ഞ് ഇറങ്ങും. എൻ്റെ ഒരു സിനിമ സങ്കല്പം എന്ന് പറയുന്നത്
സിനിമ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിലെത്തിയാലും നിങ്ങൾ ഉറങ്ങാൻ സമ്മതിക്കാത്തത് എന്തോ ഉണ്ടാവണം ആ സിനിമയിൽ നിന്നാണ്. അപ്പം ദിലീഷ് അധികവും ചെയ്തിട്ടുള്ള സിനിമകൾക്കൊക്കെ ഒരു ഹ്യൂമറിൻ്റെ ഫ്ലേവർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ദൃക്സാക്ഷിയും തൊണ്ടി മുതലിലും ഒക്കെ ആ ഹ്യൂമറിൻ്റെ ഭയങ്കര ഫ്ലേവർ ഉണ്ട്. അപ്പം അങ്ങനെ ഹ്യൂമർ പ്ലേ ചെയ്യാനില്ലാത്ത, എന്നാൽ ദിലീഷിൻ്റെ ക്യാരക്ടറിൽ ഒരു ബേസിക് ഒരു ഹ്യൂമറിൻ്റെ എലമെൻ്റ് ഉണ്ട് ആക്ച്വലി ഈ സിനിമയിലും, അല്ലേ? പക്ഷെ അത് പുറത്ത് വരാനായിട്ട് അനുവദിക്കാനും പറ്റില്ല. അതെങ്ങനെയായിരുന്നു ഒരു ആക്ടർ എന്നുള്ള നിലയിൽ അത് ഹാൻഡിൽ ചെയ്ത്? അത് ഈ റോഷനുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അയാൾ ചെറുതായിട്ട് ഇങ്ങനെ ട്രിപ്പ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് എനിക്കാണ് അങ്ങനെ കുറച്ച് ഹ്യൂമറിനെ ജനറേറ്റ് ചെയ്യാനൊക്കെ സാധിച്ചിട്ടുള്ളത്. അതിൽ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് റോഷൻ്റെ പെർഫോമൻസ് ഭയങ്കര സഹായിച്ചു ആ ഹ്യൂമർ ജനറേറ്റ് ചെയ്യുന്നതിൽ. എന്നിട്ട് ഞാൻ പുള്ളീനെ ഇങ്ങനെ കുറച്ച് റാഗ് ചെയ്യുന്നത്, ടീസ് ചെയ്യുന്നതൊക്കെ അയാൾ സ്വീകരിച്ചിരിക്കുന്ന കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതിനെ ഭയങ്കര ഷോക്ക്. അയാളുടെ ഒരു നിസ്സഹായതയും ചെറിയ ആവേശവും. ആദ്യമായിട്ട് ഈ ലോകം മുഴുവൻ നന്നാക്കി കളയാമെന്ന് വിചാരിച്ചിട്ട് പോലീസിൽ വരുന്ന ഒരാളുടെ നല്ല ഈ പുള്ളി ആ ഷട്ടർ പൊക്കി നോക്കുന്ന സീനൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന എൻ്റെ മുമ്പ് എത്തുന്നതിന് മുമ്പ് പുള്ളിയുടെ ഒരു പ്രിപ്പറേഷനൊക്കെ ഉണ്ട്. അതൊക്കെ ഹ്യൂമർ ജനറേറ്റ് ചെയ്യാൻ ഭയങ്കര സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നി. വേറൊരു അട്രാക്റ്റീവായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഫുൾ നൈറ്റാണ്, ഒരു വണ്ടിയുടെ അകത്താണ്, മേജർ സീൻസ് എല്ലാം. അപ്പം ഭയങ്കരമായിട്ട് ബോറടിക്കാൻ സാധ്യതയുള്ളതാണ്. ഒരു സിനിമാറ്റോഗ്രാഫറുടെ ഏറ്റവും വലിയ ലിമിറ്റേഷനാണ് അയാൾക്ക് വേറെ ഈ ക്യാമറ കൊണ്ട് കവിത എഴുതാനൊന്നും പറ്റില്ല. അപ്പോൾ പക്ഷെ ആ സിനിമ കണ്ടിരിക്കുമ്പോൾ നമുക്ക് വിഷ്വലി ഒരു സ്ഥലത്തും ബോറടിപ്പിച്ചിട്ടില്ല. വിഷ്വലി നമുക്ക് ഒരു സ്ഥലത്തും ഒരു മടുപ്പുണ്ടാക്കിയിട്ടില്ല. ഭയങ്കര മൊണോട്ടണസ് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ഇതാണ്. ആരാണ് ക്യാമറ ചെയ്തത്? മനീഷ് മാധവൻ. എന്താണ് പുള്ളിയുടെ ഒരു പ്രീവിയസ് റെക്കോർഡ്സ്? ജോസഫി വർക്ക് ചെയ്യുമ്പോഴാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു ജോസഫാണ് മനീഷിൻ്റെ മലയാളത്തിലെ ഫസ്റ്റ് പടം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇലവഴാപ്പൂഞ്ചിറ ഉണ്ടായിരുന്നു. ഇലവഴാപ്പൂഞ്ചിറ പുള്ളിയാണ് ചെയ്തത്. എല്ലാം ഡിഫറെന്റ് വർക്കുകളാണ് അല്ലേ? ജോസഫും ഇലവഴാപ്പൂഞ്ചിറ വിഷ്വലി ഭയങ്കര വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ക്യാമറമാൻ അവിടെ ഉണ്ടെന്ന് നമുക്ക് തോന്നൂല അത്ര. പക്ഷെ ഭയങ്കര സൈലന്റ് ആയിട്ട് ആ കാര്യം പുള്ളി അച്ചീവ് ചെയ്തെടുക്കും എന്നുള്ളതാണ് ഭയങ്കര. അതാണ് ഒരു സിനിമാറ്റോഗ്രാഫറെ കുറിച്ച് എൻ്റെ ഒരു സങ്കല്പം അതാണ്. ഒരു സിനിമ കണ്ടിട്ട് ഉഗ്രം ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് വേറെ എന്തോ കുഴപ്പമുണ്ടെന്നാണ്. അപ്പോൾ അയാളുടെ പ്രസൻസ് അറിയാനേ പാടില്ല എന്ന് പറയുന്നത് അത്രയും നന്നായി ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൗണ്ട് ഡിസൈൻ. ആരാ സൗണ്ട് ഡിസൈൻ ചെയ്തത്? അരുണും സോനും. അവര് എനിക്കൊന്ന് നമ്മുടെ ചവിട്ട് എന്ന് പറഞ്ഞ പടത്തിന് അവർക്ക് സിംഗ് സൗണ്ട് റെക്കോർഡിങ്ങിന് സ്റ്റേറ്റ് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവര് അവാർഡ് വാങ്ങിക്കാൻ പോയ സമയത്ത് പരിചയപ്പെട്ടതും നല്ല പിള്ളേരാണ്. സാധാരണ സൗണ്ട് ഡിസൈൻകാർ ഇപ്പം പ്രൊഡക്ഷൻ വിളിച്ചാൽ അത് നിർത്തുമെന്നൊക്കെ പറഞ്ഞു. ഞാനന്ന് നമ്മളാ തട്ടുകട സീൻ എടുത്തപ്പോൾ പോത്തേട്ടൻ ശ്രദ്ധിച്ചെന്നറിയില്ല, മഴ പെയ്തോണ്ടിരിക്കല്ലേ. അപ്പം മേളി ഷീറ്റി വെള്ളം വീണിട്ട് സൗണ്ട് ഇഷ്ടപ്പെടും. ഞാൻ നോക്കുമ്പോൾ രണ്ടുപേരും കൂടെ മേളി കയറി മറ്റേ ചാക്കൊക്കെ വിരിച്ച് രണ്ടുപേരും കൂടെ ഇറങ്ങി വന്നിട്ട് സിംഗ് സൗണ്ട് ആയിരുന്നു. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. ഫുൾ ടൈം വണ്ടിയിലുമാണ്. പക്ഷെ ഭയങ്കര എന്നാ ശബ്ദം ഒട്ടും ഡിസ്റ്റർബിങ്ങോ ക്ലാരിറ്റി പ്രശ്നങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. കാരണം പൊതുവെ ജീപ്പിലൊക്കെ വെച്ച് അത് പഴയ ജീപ്പൊക്കെയാണ്, അപ്പം ഇച്ചിരി പ്രശ്നം വരേണ്ടതാണ്. പക്ഷെ വന്നില്ല. അത് ഭയങ്കര എനിക്ക് പുതിയ ന്യൂസാണ്. ഞാൻ ഡബിങ് ആണെന്ന് വിചാരിച്ചത്. അല്ല മ്യൂസിക് അല്ലേട്ടൻ ഇലവഴാപ്പൂഞ്ചിറയിലും ജോസഫിലും അല്ലേട്ടനായിരുന്നു. ജോസഫ് വെച്ച് തന്നെയാണ് അല്ലേട്ടൻ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇലവഴാപ്പൂഞ്ചിറ ചെയ്യാൻ ചെല്ലുമ്പം അല്ലേട്ടൻ എന്നോട് ചോദിച്ച ചോദ്യമുണ്ട്, ഇതിനെന്തിനാ മ്യൂസിക് എന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് അല്ലേട്ടനെ വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരുന്ന ഒരാൾ. പിന്നെ ഈ രണ്ട് പടവും ചെയ്തതും ആദ്യമേ സൗണ്ട് ഡിസൈൻ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ മ്യൂസിക്കിലോട്ട് പോയിട്ടുള്ളത്. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും സൗണ്ട് ഡിസൈനാണ് കുറെ കൂടെ താല്പര്യമുള്ളത്. വളരെ മിനിമലായിട്ട് ആവശ്യമുള്ളിടത്ത് ഉപയോഗിക്കാം. പിന്നെയും ഇതൊരു കൊമേഴ്സ്യൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നതിന് കുറച്ചുകൂടെ കൂടുതൽ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരുടെയും ബേസിക് ആഗ്രഹം കുറച്ചുകൂടെ താഴെയായിരുന്നു. ഇപ്പം റോന്ത് എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ തുടങ്ങുമ്പോൾ എനിക്കറിയാം ഇത്, പക്ഷെ എന്നാലും എന്തെങ്കിലും ഒരു പ്രിപ്പറേഷൻസോ അങ്ങനെ എന്തെങ്കിലും? നേരത്തെ അങ്ങനെ കാര്യമായിട്ടുള്ള പ്രിപ്പറേഷൻ ഒന്നും എടുത്തില്ല. പലതവണ സ്ക്രിപ്റ്റ് വായിച്ചിരുന്നു. അതുമായിട്ടുള്ള ആ ഒരു ഒരുക്കം ഞാൻ ഒന്ന് രണ്ട് പേഴ്സണൽ ലൈഫിൽ പരിചയമുള്ള ഒന്ന് രണ്ട് വ്യക്തികളെയൊക്കെ ഒന്ന് മനസ്സിലോട്ട് ഇങ്ങനെ, പോലീസുകാരായിരുന്നില്ല, അല്ലാത്തവർ. ഇപ്പം ഇയാളിങ്ങനെ പോലീസിലൊക്കെ ആണെങ്കിൽ ചില സാഹചര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും നേരിടുക, ആ പെരുമാറ്റങ്ങളൊക്കെ എന്തായിരിക്കും എന്നൊക്കെ ഒന്ന് ആലോചിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. പിന്നെ ഈ തൊണ്ടി വന്ന സമയത്തൊക്കെ ആയിട്ട് ഞാൻ
കുറച്ച് പോലീസ് സ്റ്റേഷനിലും പോലീസുകാരൊക്കെ ഒബ്സർവ് ചെയ്തതൊക്കെ ഈ സമയത്ത് ഗുണപ്പെട്ടിട്ടുണ്ട് ഒരു പരിധി വരെ. ബാക്കി പിന്നെ ഷാഹിനെ അങ്ങ് വിശ്വസിക്കുക, ഷാഹിയുടെ നിർദ്ദേശങ്ങളെ അങ്ങ് ഫോളോ ചെയ്യുക എന്നുള്ളത്. പിന്നെ ഷൂട്ട് തുടങ്ങിയ ആദ്യത്തെ 2-3 ദിവസമൊക്കെ ഞാൻ ഷൂട്ട് കഴിഞ്ഞിട്ട് റൂമിൽ വന്ന് ഇരിക്കുന്ന സമയത്ത് രാത്രി കഴിഞ്ഞിട്ട് രാവിലെ ഷൂട്ട് കഴിഞ്ഞ് വരും. അപ്പം അത്ര നല്ലതല്ലെങ്കിലും രാവിലെ അല്പം മദ്യപിക്കുന്ന വെളുപ്പാൻ കാലത്ത് കിടന്നുറങ്ങാമല്ലോ. ഞാൻ പക്ഷെ വന്നിട്ട് ഞാനൊരു അതിൽ നിർന്നിട്ടൊരു കുറച്ചധികം നേരം ഞാൻ റൂമിലിങ്ങനെ യോഹന്നാനായിട്ട് ഇരിക്കാനൊന്ന് ശ്രമിച്ചിരുന്നു ഈ പടത്തിൻ്റെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലൊക്കെ. പിന്നെ അതങ്ങനെ വിട്ടൊരു നമ്മളിങ്ങനെ വരുമ്പോൾ കഴിക്കുന്നതടക്കം ഇങ്ങനെ യോഹന്നാനാണെങ്കിൽ എങ്ങനെയായിരിക്കും അയാളുടെ നമ്മൾ മനസ്സിലാക്കി ഇതുവരെയുള്ള ഇത് വെച്ചിട്ട് കുറച്ചു നേരം അങ്ങനെ ഒന്ന് അതിലായിരിക്കാൻ അങ്ങനെ. എനിക്ക് ആ ക്യാരക്ടറൈസേഷനിൽ ഏറ്റവും ഇഷ്ടമായ കാര്യം എന്ന് പറയുന്നത് യോഹന്നാൻ ശരിക്കും ഭയങ്കര ബ്രേവാണ്. ഇയാൾക്ക് ഒന്നിനും പേടിയില്ല, ഒരു സാധനത്തിനും പേടിയില്ല. അതേസമയം ഇയാൾ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഇയാളുടെ ഉള്ളിലുള്ളൊരു ഫിയർ മുഴുവൻ പുറത്തേക്ക് വരും, ഇയാളുടെ രോഷം പുറത്തേക്ക് വരും. പിന്നെ അത് എന്തുകൊണ്ടാണെന്ന് സിനിമ വിശദീകരിക്കുന്ന സ്ഥലത്ത് അതൊക്കെയാണ് നിങ്ങളുടെ സ്ക്രിപ്റ്റിൻ്റെ ഒരു ഭയങ്കര ബ്രില്യൻസ്. അതുകൊണ്ടല്ല സാധാരണ പേടിയില്ലെന്നല്ല, ഈ പോലീസുകാരനൊരു പേടിയുണ്ട്. അതെല്ലാ പോലീസുകാരും പേടി അതാണ്. പോലീസുകാരൻ്റെ ആദ്യത്തെ ഇത് ഒബ്സർവേഷൻ അല്ല, ശരിക്കും സ്വന്തം പണി സംരക്ഷിക്കുക എന്നുള്ളതാണ്. സോ യോഹന്നാൻ സ്വന്തം പണി സംരക്ഷിക്കുക എന്നുള്ളതാണ് യോഹന്നാന്റെ അല്ല, ഒരു പ്രേതമുണ്ടെന്ന് സംശയിക്കുന്ന ഒരു സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ അയാൾക്ക് തമാശയാണ്, തമാശ. അയാൾ അതിനെ ഭയങ്കര ലൈറ്റായിട്ടാണ് എടുക്കുന്നത്. എന്നെ കയറ്റി വിട്ടിട്ടുള്ളയാ, ഇത് ഷാഹിയുടെ സ്വന്തം അനുഭവമാണ്. എന്നെ ഇതിലോട്ട് കയറ്റി വിട്ടിട്ട് നിനക്ക് പേടിയുണ്ടോ എന്നൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് പേടിയാണെന്ന് പറഞ്ഞാൽ ഇയാൾ കഥ ഇറക്കുമല്ലോ സ്റ്റേഷനിൽ നിന്ന്. അപ്പോൾ ഇത് യഥാർത്ഥ യോഹന്നാനല്ല, അത് വേറൊരു തമാശയാണ് പുള്ളി. ഞാനതിൻ്റെ അകത്ത് കയറി ടോർച്ചടിച്ച് കടവാമലൊക്കെ പറന്ന് ഓടി വെളിയിൽ വന്ന് നോക്കുമ്പോൾ പുള്ളിയില്ല. ഞാൻ ശരിക്കും നിലവിളിച്ചു പോയി. നിലവിളിച്ച് നോക്കുമ്പോൾ പുള്ളി ഒരു മരത്തിൻ്റെ ചവിട്ടി മൂത്രമൊഴിച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ചിരിക്കുന്നത് ഒരു സാധനമൊക്കെ രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ പോലീസ് കഥകൾ ഒരിക്കലും അവസാനിക്കാത്ത കഥകളാണല്ലോ ഈ പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും ഒക്കെ. പട്ടാളക്കാർക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ടാവും. എല്ലാ ഗ്രാമങ്ങളിലും പട്ടാളക്കാരെ ഭയങ്കര വാചകടിക്കാരായിട്ടാണ്, ഭയങ്കര കഥകൾ പറഞ്ഞ് ബോറടിപ്പിക്കുന്നതാണ്. പക്ഷേ ഇപ്പം ഷാഹി സിനിമ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു പട്ടാളക്കാരൻ, ഒരു പോലീസ് പട്ടാളക്കാരനാണ്. ഒരിക്കലും അവസാനിക്കാത്ത കഥകളുണ്ട്. അത് ഏറ്റവും നന്നായിട്ട് ഡൈവേർട്ട് ചെയ്തിട്ട് ഈ സിനിമയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഓരോ എന്താ പറയുക, ഓരോ സീനുകളിലുള്ള അനുഭവങ്ങളിൽ നിന്ന് മാത്രം ഉണ്ടാക്കാവുന്ന. പിന്നെ പോലീസുകാർ അറ്റൻഡ് ചെയ്യുന്നിടത്തോളം ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള ഇൻസിഡന്റ്, ഓരോ ദിവസം എന്തെല്ലാം കേസുകളാണ്, എന്തെല്ലാം ടൈപ്പ് മനുഷ്യരാണ് ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളത്. ഈ പോലീസിൽ വർക്ക് ചെയ്തിട്ട് റിട്ടയർ ചെയ്യുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് ഒരാളെ കണ്ടാൽ അയാൾ കാര്യമായിട്ട് പണിയെടുത്തിട്ടില്ല എന്ന് അർത്ഥം അല്ലേ? ആളുകൾ വേറൊരു തരം മാനസികാവസ്ഥയിലേക്ക് പോകും. ഇങ്ങനെ ആത്മഹത്യകള്, കൊലപാതകങ്ങള്, തട്ടിപ്പുകൾ, അറ്റൻഡ് ചെയ്യുന്ന കേസുകൾ മാത്രമല്ല തൊഴിലിടത്തിൽ നേരിടേണ്ടി വരുന്ന തൊഴുത്തിൽ കുത്ത്, കുതികാൽ വെട്ട് എന്നൊക്കെ ഭയങ്കര പ്രഷറിലുള്ള. എല്ലാവരും അവരവരുടെ സർവൈവൽ എന്നുള്ളതാണ് മെയിൻ പോലീസ്. അത് ഒരു കുറ്റമൊന്നും പറയാൻ പറ്റില്ല. സോ എല്ലാവർക്കും ലോണുണ്ട്, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഞാനൊരാളെ സഹായിക്കാൻ ചെന്നാൽ ചിലപ്പോൾ ഞാനും കൂടെ അതിൻ്റെ അകത്ത് പെട്ടു എന്ന് പറയുന്നൊരു സാധനം എല്ലായിടത്തും ഉണ്ട്. പലപ്പോഴും ആൾക്കാർ സൈലന്റ് ആയി പോകും. അവർക്കറിയാം. റോഷനോട് വൈഫ് പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ, ലോണിന്റെ കാര്യം ഞാനുമൊക്കെ നിന്നോണ്ടിരുന്ന ലോണിന്റെ കാര്യം ഓർക്കുന്നത്. ദിലീഷിന് ഇങ്ങനെ ഒരു പോലീസുകാരനെ പരിചയമുണ്ടോ? ഇങ്ങനെ പൂർണ്ണ അർത്ഥത്തിലൊരു പോലീസുകാരനെ എനിക്ക് പരിചയമില്ല. ഈ പറഞ്ഞ പോലെ ഒരു പോലീസുകാരന്റെ ഫീച്ചേഴ്സ് ഒന്നും അധികം സത്യത്തിൽ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല. അത് ഞാൻ അതിനപ്പുറത്തേക്ക് യോഹന്നാൻ എന്ന് പറയുന്ന വ്യക്തിയെ ഒന്ന് കണ്ടെത്താനാണ് സത്യത്തിൽ ശ്രമിച്ചത്. അയാളൊരു യൂണിഫോം ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. അതിനുള്ളിൽ അയാളുടെ പേഴ്സണൽ ഇഷ്യൂസ് അതിനൊക്കെ അയാളുടെ ഒരു പ്രണയകഥ കൂടിയാണല്ലോ ഈ സിനിമ. അതെ, യോഹന്നാന്റെ ഒരു പ്രണയകഥയാണ്. ഒരു സലോമിയായിട്ടുള്ള റിലേഷൻ ഭയങ്കര ബ്യൂട്ടിഫുൾ, ഭയങ്കരമാണ്. ഒരാള് സാധാരണ വളരെ നിസ്സാര കാര്യങ്ങൾക്ക് ഡിവോഴ്സുകൾ സംഭവിക്കുന്ന ഒരു കാലമാണത്. ഭർത്താവിന് കൂർക്കമലി എന്ന് പറഞ്ഞിട്ട് ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിക്കുന്ന കേസ്, ഭാര്യയുടെ വിയർപ്പിൻ്റെ മണം സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഡിവോഴ്സ് ചെയ്യുന്ന കേസുകളൊക്കെ ഉള്ളിടത്താണ് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മാനസികാവസ്ഥയുള്ള ഒരു ഭാര്യയെ ഇങ്ങനെ സ്നേഹിച്ച് ഒരു കുഞ്ഞിനെ പോലെ കൊണ്ടു നടക്കുന്നു. ഷാഹിയുടെ ഇതിനു മുമ്പ് ഷാഹിയുടെ ജോസഫിൽ അഭിനയിച്ചു, പീറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ. അപ്പോൾ ആ ക്യാരക്ടറും എനിക്ക് പ്ലേ ചെയ്യുമ്പം ഇതൊക്കെ എന്ന് വെച്ചാൽ ഷാഹിയുടെ 2 ക്യാരക്ടർ ഞാൻ ചെയ്യുമ്പം
ഒരു ഭാര്യയോടുള്ള സ്നേഹം ഭയങ്കര വലുതാണ്, ഭയങ്കര വിശാല മനസ്സുള്ള അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് ഷാജി തന്നിട്ടുള്ള ഈ രണ്ടും. ജോസഫി കുറച്ച് ഗിമ്മിക്കായിരുന്നു. കാരണം എല്ലാരും ഒരു കൊലപാതക അന്വേഷിക്കും. സ്വാഭാവികമായും മലയാള സിനിമ വെച്ചിട്ട് അത് രണ്ടാമത്തെ ഭർത്താവ് പീറ്ററിലാവും. പീറ്ററിനെ ഇങ്ങനെ നിർത്തുകയും അവസാനം പീറ്ററിനെ സംശയിച്ചു കൊണ്ടുവരുമ്പോൾ പീറ്ററിനെ നേരെ തിരിച്ചാൽ ഭയങ്കര ഇമോഷൻ അവിടെ വർക്കാവും എന്നുള്ളൊരു ജഡ്ജ്മെന്റ് ആയിരുന്നു. പക്ഷെ എന്നാലും ആ ക്യാരക്ടറിന്റെ വിശാലതയൊക്കെ ഭയങ്കര. ഇപ്പൊ ആളുകൾ നമ്മളോട് അഭിനയിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ഇങ്ങനെ കുറച്ച് കാലം കഴിയുമ്പോൾ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോഴൊക്കെ നമ്മുടെ പഴയ സിനിമകളൊക്കെ ഉണ്ട്, ആ സിനിമ നന്നായിരുന്നു ഇങ്ങനെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നിയിട്ടില്ല. നമ്മൾ നന്നായിട്ട് അഭിനയിച്ചതിനേക്കാളും ചിലപ്പം നമ്മൾ ചെയ്തിട്ടുള്ള ക്യാരക്ടറിന്റെ ഒരു വിശാലതയൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര നല്ല മനസ്സുള്ള ഒരു ക്യാരക്ടറെ നമ്മൾ ചെയ്ത ആൾക്കാർ അതിങ്ങനെ ആ ക്യാരക്ടറിനോടുള്ള സ്നേഹം ആക്ടർക്ക് തരിക എന്ന് പറയില്ല. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ. ഞാൻ പറയുന്നത് നമ്മളുടെ മലയാള സിനിമയിലോ ലോക സിനിമയിലോ ഉള്ള ഏത് ആക്ടറിന്റെ റിയൽ വ്യക്തിത്വം പ്രേക്ഷകന് അറിയാം? ഒന്നും അറിയില്ല. അപ്പൊ കഥാപാത്രങ്ങളോടുള്ള സ്നേഹമാണ്, ആ സ്നേഹമാണ് കിട്ടുന്നത്. അത് പലപ്പോഴും ആക്ടേഴ്സ് മറന്നു പോകും. ഇതൊക്കെ എന്നോടുള്ള അല്ല, അത് നിങ്ങൾ ചെയ്ത ക്യാരക്ടേഴ്സിനോടുള്ള സ്നേഹമാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് സ്നേഹം കിട്ടാൻ പോകുന്ന ഒരു ക്യാരക്ടറാണ്. ലേഡീസ് ഫാൻസ് കൂടാൻ സാധിക്കും. ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടിയിരുന്ന സ്വന്തം ഭാര്യ അങ്ങനെ സംഭവിച്ചു തരുമോ? ജോസഫ് ഇറങ്ങിയതിനു ശേഷം ഇത്ര വർഷമായി ഇപ്പോഴും ഇടയ്ക്ക് ഫേസ്ബുക്കിൽ വരുന്ന പീറ്ററിന്റെ സ്നേഹത്തെ കുറിച്ചാണ് പോസ്റ്റ്. ഇടയ്ക്ക് എങ്ങനെയെങ്കിലും ഒക്കെ കറങ്ങി വരണം വരും എഴുത്ത്. ഈ രതീഷ് 2 സിനിമകൾ ഡയറക്റ്റ് ചെയ്തു. രണ്ടും നല്ല സിനിമകളായിരുന്നു. എന്തുകൊണ്ടാണ് ഒരു ഇടവേള പുതിയ പടം ഡയറക്റ്റ് ചെയ്യാൻ? ഇല്ല, എന്താ പറയുക, ഇങ്ങനെ കഥകൾ നോക്കുമായിരുന്നു. അപ്പോൾ ഷാഹിയായിട്ട് ഞങ്ങളൊരു കഥ ഡിസ്കസ് ചെയ്ത് ഇപ്പോൾ അത് ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു ഫോമായി. അതിൻ്റെ ഇടയിലാണ് റോന്ത് വന്നത്. അപ്പോൾ പിന്നെ റോന്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് റോന്ത് കണ്ടമാനം കാശ് കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ പ്രൊഡക്ഷനിലേക്ക് കൂടുതൽ താല്പര്യം പോവോ? സംവിധായകൻ പ്രൊഡക്ഷനും ചെയ്യണം. അല്ല, അടുത്ത ലിസ്റ്റിൽ അടുത്ത സിനിമകൾ വല്ലതും ഉണ്ടോ? പ്രൊഡക്ഷൻ അടുത്തത് ഞാൻ ചെയ്യുന്ന പടം ഞങ്ങൾ വിചാരിക്കുന്നത്. ദിലീഷിന്റെ പരിപാടികൾ എന്താണ്? അടുത്ത പ്രോഗ്രാംസ്? ഒരു പടം ഡയറക്റ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. എഴുത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം അത് എഴുതി തീരുമെന്നാണ് കരുതുന്നത്. ആരാ എഴുതുന്നത്? ശ്യാം പോൾസൺ എന്ന് പറഞ്ഞിട്ട്, പോൾസൺ കാതലിലേക്ക്. ഇപ്പൊ ഞാൻ ചെറിയ റോളുകളിലൊക്കെ അഭിനയിക്കുന്നവരറിയാമല്ലോ. ഇത് പബ്ലിക്കായിട്ട് ചാൻസ് ചോദിക്കുകയാണ്. കാരണം നമുക്കും ചെറിയ ചെറിയ റോളുകൾ നിങ്ങളെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഡയറക്ടേഴ്സിന്റെ കൂടെ ചെയ്താൽ നമുക്കൊന്നൊരു ഭാവി ഉണ്ടാവുമല്ലോ. ഞാനും ചാൻസ് ചോദിച്ചു. ഇനിയിപ്പോ അധികം പേര് അടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കുക, ഞങ്ങളുള്ളവരൊന്നും മെയിൻറ്റെയിൻ ചെയ്ത് പോകാനാണ്. ഷാഹിനെ ഞാൻ ഏതൊരു സിനിമയിൽ എടുത്ത് കണ്ടല്ലോ. ചെറിയ 1-2 സീനിലൊക്കെ ഞാൻ വലിയൊരു ഇച്ചിരി നല്ല റോള് പറഞ്ഞാണ് തൊണ്ടിമുതൽ അഭിനയിക്കുന്ന പലതവണ നിർബന്ധിച്ച. അപ്പം അഭിനയിച്ചില്ല. ഇപ്പൊ പട്ടിണിയൊക്കെ വന്നപ്പോ ഒരാഗ്രഹം. സംവിധാനമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൽ എളുപ്പം അഭിനയിക്കാൻ അത് ഞാനൊരു അവസരം മിസ്സാക്കി. ഇത് ഓം ശാന്തി ഓശാന എന്ന് പറഞ്ഞ സിനിമയില് നമ്മുടെ രഞ്ജി പണിക്കർ ചെയ്ത റോളിലേക്ക് എന്നെയാണ് ആദ്യം കാസ്റ്റ് ചെയ്തത്. അപ്പൊ അങ്ങനെ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഡയറക്ടർ കഥയൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭാര്യയും 2 പെൺമക്കളാണ് എനിക്ക്. അവരും പുറകിലുണ്ടായിരുന്നു. അവർ ഫുൾ കഥ കേട്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ നാളെ പറയാം. കഥ കേട്ടപ്പോൾ ഫുൾ ലെങ്ത് റോളാണ്. അപ്പോൾ എൻ്റെ മക്കൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വിചാരിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു, പപ്പ അയാളുടെ ആദ്യത്തെ സിനിമയാണ്, നശിപ്പിക്കരുത്, അത് കൊള്ളാവുന്ന വേറെ ആരെങ്കിലും. അങ്ങനെ ഞാനാണ് രഞ്ജി പണിക്കരുടെ പേര്. അപ്പം അവർക്ക് ഒരു നിലവിലുള്ളൊരു നടൻ വേണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പല പേരുകൾ പറഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ കോഴിക്കോട് രഞ്ജിത്ത് പിന്നെ രഞ്ജി പണിക്കർ അവർ 2 പേരും ആക്ട് ചെയ്യുന്ന ആൾക്കാരാണ്, ആക്ട് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്. അവർ 2 പേരിൽ ആരെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് രഞ്ജി പണിക്കരിലേക്ക് അത് പോകുന്നത്. പടം ഇറങ്ങി അത് ഹിറ്റായി. രഞ്ജി പണിക്കർ നല്ല ബിസിയായി. പുതിയ കാറൊക്കെ മേടിച്ചപ്പോൾ ഭാര്യയ്ക്കും മക്കൾക്കും മനസ്സിലായത് സംവിധായകനായിട്ട് വലിയ ഗുണമൊന്നും ഇല്ലാതെ അവർക്ക് അപ്പോഴാണ് മനസ്സിലായത്. പഴയ കാലത്താണെങ്കിൽ ഒരു സിനിമ റിലീസ് ചെയ്യാൻ ഒരിക്കലും തിരഞ്ഞെടുക്കാത്തൊരു മാസമാണ് ജൂൺ. ജൂൺ ഭയങ്കര മഴ, പിന്നെ ഈ സ്കൂളുകൾ തുറക്കുന്ന സമയം. അപ്പോൾ ഫാമിലിയുടെ എല്ലാ ബജറ്റും കുട്ടികളുടെ പുസ്തകം, ബാഗ് പരിപാടികളിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനൊരു സമയം ചൂസ് ചെയ്തു. അതിലൊരു റിസ്ക് ഫാക്ടർ ഉണ്ട്. ഇപ്രാവശ്യം മഴ മെയ്യിലേ തുടങ്ങി. അതിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ നിൽക്കുന്നുണ്ട്.
ഇതിനെയൊക്കെ അതിജീവിച്ചിട്ട് ഇപ്പോൾ തിയേറ്ററിൽ ഈ സിനിമ നിറഞ്ഞ സദസ്സുകളിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ മനസ്സിൽ? നല്ല സന്തോഷം. അത് വളരെ നന്നായി, സമയം വളരെ നന്നായി നമുക്ക് തോന്നുന്നതാണ്. ജൂൺ കൊള്ളാം. പിന്നെ എല്ലാം ഉണ്ട്. നമുക്കിപ്പം എപ്പോഴും പലപ്പോഴും നമ്മൾ സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് പ്രൊമോഷൻ പരിപാടികളൊക്കെ സിനിമ റിലീസിന് മുമ്പ് നമ്മൾ കഴിയുമെങ്കിൽ തീർക്കും. കാരണം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കോൺഫിഡൻസോട് കൂടി നമുക്ക് വന്നിരിക്കാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ല പലപ്പോഴും, അല്ലേ? സിനിമ റിലീസായി കഴിഞ്ഞിട്ട് നമുക്ക് പടം മോശമാണെങ്കിൽ നമുക്ക് പിന്നെ വന്നിട്ട് നമുക്ക് ആൾക്കാരുടെ അടുത്തേക്ക് പ്രൊമോഷനായിട്ട് വരാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ നല്ല സിനിമകൾ ഉണ്ടാകുമ്പോൾ ആൾക്കാരൊക്കെ കണ്ട് നല്ലത് പറയുമ്പോഴത്തേക്കാണ് നമുക്ക് ധൈര്യമായിട്ട് വീണ്ടും വരാൻ പറ്റുന്നത്. അതിൻ്റെ എല്ലാ സന്തോഷമുണ്ട്. അതിന് റിലീസ് കഴിഞ്ഞ ഒരാഴ്ചക്ക് ശേഷം വന്നിരിക്കണമെങ്കിൽ അത്യാവശ്യം ധൈര്യം വേണം ഉറപ്പായിട്ടും വേണം. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ഏകദേശം 80 സിനിമകൾ അഭിനയിച്ചിട്ട് ഒരു ആക്ടർ എന്ന നിലയിൽ എൻ്റെ കരിയറിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടിയ പടം ഇതാണ്. അല്ല, തീർച്ചയായിട്ടും അത് മുമ്പ് ചെയ്ത ക്യാരക്ടേഴ്സിനെയോ സിനിമകളെയോ ഇകഴ്ത്തല്ല. പക്ഷെ ഇത് ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഒരു ആക്ടർ എന്നുള്ള നിലയിൽ നിങ്ങൾ മെച്ചോർഡായി എന്ന് തെളിയിച്ച സിനിമ. സാറിൻ്റെ നിന്ന് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം. അല്ല, ഞാൻ പറഞ്ഞ ഒരു താരത്തിന് കിട്ടുന്നത് പോലെ അല്ല, ഒരു നല്ല ആക്ടറെ കിട്ടുക എന്ന് പറയുന്നത് അതിന് വേറെ ഒരുപാട് തരം സിനിമകളിലേക്കുള്ള സാധ്യതകൾ തുറക്കുകയാണ് എല്ലാ ഡയറക്ടേഴ്സിനും. പിന്നെ വൻ താരങ്ങളുടെ പുറകെ പോയിട്ട് നടന്ന് ചെരുപ്പ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒരു പ്രതീക്ഷയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള പാവപ്പെട്ട ഡയറക്ടേഴ്സിനെയൊക്കെ കൺസിഡർ ചെയ്യണം. തീർച്ചയായിട്ടും. ഞാൻ ഇപ്പോൾ ഒരു 2 കൊല്ലം മുമ്പ് വരെയൊക്കെ ഞാൻ സത്യത്തിൽ ആക്ടിങ്ങിന് അത്ര സീരിയസ് ആയിട്ട് കണ്ടിരുന്നില്ല. ഞാനതിങ്ങനെ എന്താ പറയുക, സംവിധാനം എന്നുള്ള വഴി നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക. അതിനിടയിൽ ശരിക്കും ഒരു വരുമാന മാർഗം എന്ന നിലയിലും പിന്നെ നമുക്ക് കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് എപ്പോഴും ഇൻഡസ്ട്രി നിൽക്കും. ഒരു പടം കഴിഞ്ഞിട്ട് അടുത്ത ഒരു പടം വരാനുള്ള ഗ്യാപ്പിനിടയിൽ നമുക്ക് ഇൻഡസ്ട്രി ആയിട്ടും അടുത്തിടപഴകാൻ, വേറെ ഡയറക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാനൊക്കെ ഉള്ളൊരു അവസരമായിട്ടാണ് ഞാൻ അതിനെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞൊരു 2 കൊല്ലമായിട്ടൊക്കെയാണ് ഞാൻ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട്. അപ്പോൾ ഈ ക്യാരക്ടറൂടെ കിട്ടി ഇതിന് ഇങ്ങനെ അഭിപ്രായം കേൾക്കുമ്പോൾ ഞാൻ വീണ്ടും സീരിയസ് ആയിട്ട് അതിൽ സമീപിക്കണം. അല്ല, ഡെഫിനറ്റ്ലി നിങ്ങളൊരു ഗംഭീര ആക്ടറിലേക്കുള്ള യാത്രയിൽ തന്നെയാണ്. അതിലൊരു നല്ല പോർഷൻ കയറി കഴിഞ്ഞു. സന്തോഷം. കാസ്റ്റിംഗ് ചെയ്തത് ആരാണ്? എനിക്ക് അത് ഇവർ രണ്ടുപേരും ഓക്കെ, രണ്ടുപേരും നല്ല ആക്ടേഴ്സാണെന്ന് നമുക്കറിയാം. പക്ഷെ അധികം കണ്ടുപരിചയമില്ലാത്ത കുറേ ആളുകളുണ്ട്. അതൊക്കെ റിയൽ ആൾക്കാരെ പോലെ തന്നെ തോന്നി. അവരൊക്കെ അഭിനയിച്ച് പരിചയമുള്ള പോത്തണിന്ന് പഠിച്ചൊരു ടെക്നിക്കാണ്. കാരണം അത്യാവശ്യം ഭാഗ്യമില്ലാത്ത ആൾക്കാർ ഒരു സിനിമയിലൊക്കെ ഭയങ്കര നമുക്ക് നീറ്റായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. അതിനകത്ത് ഫോക്കസ് പുള്ളർ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം ചന്ദ്രൻ ഗാന്ധൻ ആർട്ടിൽ അസിസ്റ്റൻ്റാണ്. ഒരു തമ്പാൻ ആർട്ട് അസിസ്റ്റൻ്റാണ്. അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് അഭിനയിച്ചിട്ടുണ്ട്. അല്ല, പലരെയും നമ്മൾ പിടിച്ചു നിർത്തി മീൻസ് നീ അഭിനയിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നെയാണ്. കുറച്ചുപേരൊക്കെ എനിക്കൊന്ന് ചന്ദനൊക്കെ അഭിനയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ചന്ദനൊക്കെ അഭിനയിക്കാൻ ഭ്രാന്തൻ, ആ വീട്ടില് കൊച്ചിനെ അടച്ചു വെക്കുന്ന ആർട്ടി വർക്ക് ചെയ്യുന്ന ആളാണ്. ഭയങ്കര കുറെ പേര് അത് കണക്കാണ്. അല്ല, അത് കുറച്ച് മറ്റേ സ്റ്റേജി ആയിട്ട് തന്നെ ചെയ്യേണ്ട ഒരു റോളാണല്ലോ. മോത്തൻ പറഞ്ഞൊരു ഡയലോഗ് എനിക്ക് ഓർമ്മയുണ്ട്. മറ്റേ ചന്ദ്രന്റെ സീൻ എടുത്തിട്ട് വന്നിട്ട് റോഷനോട് പറയുന്നേ, റോഷൻ ചന്ദ്രനെ ഡീൽ ചെയ്താൽ നമ്മൾ ഇതിനകത്ത് അഭിനയിക്കേണ്ട ആവശ്യമില്ല. ആ സീനില്ലേ ചന്ദ്രനെ പിടിച്ചു കേട്ടെ അവര് നമുക്കിതിനകത്ത് അഭിനയിക്കുന്നു വേണ്ട, ചന്ദ്രനെ ഇങ്ങനെങ്കിലും പിടിച്ചു കിട്ടുമെന്നുള്ള നമ്മള്. അപ്പം ഒരു മനോഹരമായൊരു സിനിമയുടെ എന്താ പറയണ്ട ഭാഗമാവാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ ഇങ്ങനെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. ഞാൻ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടതാണ്. ഇത് നിങ്ങൾ ധൈര്യമായി കാണാവുന്ന ഒരു സിനിമയാണ്. നല്ല എഫേർട്ട് എടുത്തിട്ടുള്ള ഒരു സിനിമയാണ്. എഫേർട്ട് എടുത്തു എന്നുള്ളത് കൊണ്ട് കാണണം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നൊരു സിനിമയായിരിക്കും. സിനിമ കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ, കൂടുതൽ വലിയ വിജയമാവട്ടെ. സാറ് നേരത്തെ പറഞ്ഞ പോലെ നേരിട്ട് ഇതിന് ബന്ധമില്ലെങ്കിലും ഞങ്ങളെ ഈ പടം ഇത്രയും പ്രൊമോട്ട് ചെയ്യാൻ ഇത്രയും ഞങ്ങളെ പൊക്കി പറഞ്ഞ സാറിനോടുള്ള ഞങ്ങളുടെ നന്ദി തീർത്താത്തീരാത്താണ്. താങ്ക് യു സോ മച്ച്. കാരണം സാറിന്റെ വാചകങ്ങൾ കുടുംബ പ്രേക്ഷകർ കുറച്ചുകൂടെ ഏറ്റെടുക്കുന്ന നമ്മളത്ര വിശ്വാസമില്ല.